ജൂലൈ 16 നടത്തേണ്ടിയിരുന്ന നടപ്പിലാക്കുമെന്ന് നമ്മൾ കരുതി വിഷമിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച് അവർ മോചനത്തിനുള്ള ഒരു പുത്തൻ വഴി തുടർന്നിരിക്കുകയാണ്. ഈ സമയത്ത് അത് ആര് ചെയ്തു, ആരിടപെടലുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റമുണ്ടായതെന്നുള്ള ചർച്ചകളും അതുപോലെ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള നാനാഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, കേന്ദ്രം ചെയ്തു, സംസ്ഥാനം ചെയ്തു എന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? ഒരു വ്യക്തിക്കാണോ, ഏതൊക്കെ ആളുകൾക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ റിയൽ കേരള സ്റ്റോറിയാണ് നമ്മളിവിടെ കണ്ടത്. ജാതി മതഭേദമന്യേ ഒരു മലയാളിക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചതെന്നുള്ളതാണ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവസാന നിമിഷം, ഇനി ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പം എല്ലാ സാധ്യതകളും അടഞ്ഞു എന്ന് നമ്മൾ ചിന്തിച്ച സമയത്ത് AP ഉസ്താദിന്റെ വ്യക്തമായ ഇടപെടലുകളാണ് അദ്ദേഹത്തിന് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഇതിലേക്ക് നമുക്ക് ഒരു വഴി തെളിച്ചതെന്നുള്ളതാണ്. അതിൽ AP ഉസ്താദിനെ ഇതിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ളത്. അദ്ദേഹത്തെ മറ്റു പല ആളുകളും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ഉസ്താദിനെ നേരിട്ട് ബന്ധപ്പെട്ട് ഉസ്താദിനോട് ഇതിൽ ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഉസ്താദിനാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരൊക്കെ സുപ്രീം കോടതിയിൽ അറിയിച്ചതാണ്, നമുക്ക് ചെയ്യാനില്ല, ചെയ്തതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു എന്നുള്ളതൊക്കെ, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ളത് അവർ അറിയിച്ചതാണ്. കാരണം മറ്റൊന്നുമല്ല, യമൻ എന്നുള്ള രാജ്യത്ത് അവിടുത്തെ രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ എന്നുള്ള ആ രീതിയിലാണ്. ആഭ്യന്തര കലാപങ്ങളും പ്രത്യേകിച്ചൊരു സ്ഥിരമായ ഗവൺമെന്റ് ഒന്നും അവിടില്ല. പല ഏരിയയിലും പല ആളുകളാണ് ഭരിക്കുന്നത്. ഗോത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ട ഈ ഗോത്രത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ മരണത്തിന് വളരെ വികാരിതമായിട്ടാണ് അവിടുത്തെ യുവാക്കളും അവിടുത്തെ ഗോത്ര ആളുകളും ഒക്കെ കാണുന്നത്. കാരണം അപ്പം അതിന് നീതി കിട്ടണം എന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ ആ കുടുംബത്തിലേക്ക് ചെന്നെത്താൻ വരെ ഇതുവരെ എന്ത് ചെയ്യുന്നില്ല, ഒരാൾക്കും ചർച്ചയ്ക്ക് ചെന്നെത്താൻ വരും സാധിച്ചിരുന്നില്ല. അവരോട് നേരിട്ട് ഇടപെടാൻ ഒരു അവസരം ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അതൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു സാധ്യതയിലേക്കൊക്കെ അവസരം മങ്ങിയത് അത്തരത്തിലായിരുന്നു. ആ സമയത്താണ് ഉസ്താദ് അദ്ദേഹത്തിന്റെ പണ്ഡിത സുഹൃത്ത് ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള പണ്ഡിത ശ്രേഷ്ഠവുമായിട്ട് ബന്ധപ്പെടുകയും അവർ നേരിട്ട് ഇവരുടെ കുടുംബവുമായി ചർച്ച വെക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ആ ചർച്ചയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾ അവസാനമാണ് നീട്ടിവെക്കാനുള്ള, വീണ്ടും തൽക്കാലം ചർച്ച ചെയ്യുന്നത് വരെ നീട്ടിവെക്കാനുള്ള അവസരം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വധശിക്ഷ നീട്ടിവെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സാധ്യതകളും അസ്തമിച്ച സമയത്താണ് ഉസ്താദിന്റെ ഇടപെടലുകൾ, വളരെയധികം ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നതും അത് വലിയ മാറ്റങ്ങൾ ഇതിലുണ്ടാവും. അതെല്ലാവരെയും സമ്മതിച്ചതാണ്. പല ആളുകൾ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഉസ്താദിന്റെ ഇടപെടൽ നമുക്ക് ഒരിക്കലും, ഉസ്താദിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. അത് ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഉസ്താദിന്റെ ഇടപെടലുകൾ മാത്രം പറഞ്ഞാൽ പറ്റൂല, അതിലേക്ക് എത്തിച്ച ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ ഉസ്താദ് നേരിട്ട് വിളിച്ച് അവിടെ ബന്ധപ്പെട്ട അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിൽ, അദ്ദേഹത്തിന്റെ ഇടപെടൽ അവിടെ എല്ലാവർക്കും ജനസമ്മതനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് അവിടുത്തെ. അപ്പം അദ്ദേഹം ഇടപെടുന്ന സമയത്ത് അവർക്കൊരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, തട്ടിക്കളയാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഇതിലേക്ക് അവർ എത്തിപ്പെട്ടതെന്നുള്ളതാണ്. ആ കുടുംബം നമുക്ക് പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കാം, പൂർണ്ണമായിട്ടും അവർ ജയിൽ മോചിതയായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. ശിക്ഷ ഒരു തെറ്റവർ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണെങ്കിൽ കൂടിയും നമ്മുടെ മറ്റൊരു രാജ്യത്ത് കടന്ന് അവർ ശിക്ഷ അനുഭവിക്കുമ്പോൾ, മരണം അനുഭവിക്കുമ്പോൾ ഇവിടെ നാട്ടിലും കുടുംബത്തിലൊക്കെ എത്രത്തോളം വിഷമം ഉണ്ടാവും എന്നുള്ളത് മലയാളികൾ മനസ്സിലാക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് മലയാളികൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതും അതിന്റെ കാഴ്ച നമ്മൾ കണ്ടതാണ്. മലയാളികൾ എത്ര ഫണ്ട് അതിനു വേണ്ടി നൽകാനും തയ്യാറാണ്. നമ്മൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം, അതുപോലെ തന്നെ റഹീമിന്റെ കുടുംബവും പറഞ്ഞിട്ടുണ്ട് എത്ര ഫണ്ട് ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് ബാക്കിയുള്ള ഫണ്ട് ഇതിലേക്ക് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണ്. ബോച്ചെ ഇതിലേക്ക് 1 കോടി തരാൻ തയ്യാറായി എന്നുള്ള പറഞ്ഞതാണ്. അപ്പം അതുകൂടാതെ എല്ലാ മലയാളികളും, ഒരുവിധം മലയാളികളൊക്കെ പ്രാർത്ഥിച്ചതാണ്, ഒന്ന് മോചിതയായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചതാണ് എല്ലാവരും. തെറ്റ് സ്വാഭാവികമാണ്, ചെയ്തു പോയിട്ടുണ്ട്. ക്രൂരമായ തെറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരാൾക്ക് പ്രായശ്ചിത്തം എന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് മടങ്ങാനുള്ള അവസരം എപ്പോഴും എല്ലായിടത്തും ഉള്ളതാണ്. അതാണ് ഇവിടെ ഉണ്ടാക്കിയത്. അതുകൂടാതെ അദ്ദേഹത്തിന് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന
ഒരുപാട് ആക്ഷൻ കൗൺസിലുകളൊക്കെ ഉണ്ട്. അവർ പ്രവർത്തനവും നമുക്ക് ലീഗൽ ടീമിൻ്റെയൊക്കെ പ്രവർത്തനം മാറ്റി നിർത്താൻ പറ്റില്ല. അതൊക്കെ അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മീഡിയ ഇത് ആക്റ്റീവാക്കി നിർത്തി അതിന് ആവശ്യമായ എല്ലാ ഇടങ്ങളിലെയും ചെന്ന് മുട്ടാൻ ഉള്ളൊരു കാരണമായത് മീഡിയ തന്നെയാണ്. ഇത്തരത്തിൽ ഇത് കൂടാതെ കേരളം ഒന്നാകെ നമ്മൾ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഇതാണ്. നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജാതി മത ഭേദമന്യേ നമ്മളെ എപ്പോഴും ഒറ്റക്കെട്ടായി നിന്ന ചരിത്രമാണ് നമുക്കുള്ളത്. അർജുന്റെ കാര്യത്തിൽ മനാഫിന്റെ രൂപത്തിലും, അതുപോലെ തന്നെ ബോച്ചെ റഹീമിന്റെ കാര്യത്തിൽ ബോച്ചയുടെ രൂപത്തിലും, ഇപ്പൊ നിമിഷപ്രിയയുടെ കാര്യത്തിൽ AP ഉസ്താദിന്റെ രൂപത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ക്രിയാത്മകമായ ഇടപെടലുകൾ, നേതൃത്വങ്ങൾ ഉണ്ടാവുന്നത് കേരളത്തിന്റെ ജാതിമത ഭേദമന്യുള്ള ഒറ്റക്കെട്ട് ഒരുമയുടെ ചിത്രമാണ്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത്.